സ്ലൈഡ്? ഉണ്ട് സർ. ശരി ശരി. ഓക്കെ, അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കൺജഷൻ കൺട്രോളിൻ്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന അന്നേ ആ കൺജഷൻ കൺട്രോളിൻ്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കൺജഷൻ കൺട്രോളും അല്ലെങ്കിൽ കൺജഷനും നമ്മുടെ ക്വാളിറ്റി ഓഫ് സർവീസും തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതായത് കൺജഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം ആ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് സർവീസ് അല്ലെങ്കിൽ ആ ഒരു നെറ്റ് കണക്ഷൻ, ഇൻ്റർനെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. ആ നെറ്റ്വർക്കിങ്ങിലുള്ള കണക്ഷൻ്റെ ക്വാളിറ്റി, നമുക്ക് തരുന്ന സർവീസിൻ്റെ ക്വാളിറ്റിയും മാറിക്കൊണ്ടിരിക്കും. അതായത് കൺജഷൻ കൂടിയാൽ ക്വാളിറ്റി കുറയും, കൺജഷൻ കുറഞ്ഞാൽ ക്വാളിറ്റി കൂടും ഒബ്വിയസ്ലി. അപ്പോൾ ഈ QoS ക്വാളിറ്റി ഓഫ് സർവീസും നമ്മുടെ കൺജഷനും തമ്മിലൊരു വലിയൊരു ബന്ധമുണ്ട്, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് അപ്പം അതൊക്കെ നമുക്കറിയാം, കൺജഷൻ എന്താണെന്നും അതിൻ്റെ പല പല രീതികൾ എങ്ങനെയൊക്കെ ക്യാൻസൽ ചെയ്യാൻ, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ അലിവിയേറ്റ് ചെയ്യാം, അതൊക്കെ നമ്മൾ പഠിച്ചു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതെങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിൽ ക്വാളിറ്റി ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം അതെന്താണെന്ന് അറിയണം, അതിന് മുമ്പ് ഡേറ്റ ഫ്ലോ എന്താണെന്ന് അറിയണം. ക്വാളിറ്റി ഓഫ് സർവീസിന് ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ആണെങ്കിൽ സെയിം പാത്തിൽ കൂടെ പോകുന്ന സെയിം സോഴ്സിൽ നിന്ന് സെയിം സോഴ്സിൽ നിന്ന് സെയിം ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയുള്ള സെറ്റ് ഓഫ് പാക്കറ്റ്സിനെ നമുക്കൊരു ഫ്ലോ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചാറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ട്രാൻസ്മിറ്ററും റിസീവറും ഉണ്ടാവും. ആ ചാറ്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാക്കറ്റുകളെല്ലാം പോകുന്ന ഒരു ഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ ഫയൽസ് എല്ലാം നിങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ പാക്കറ്റുകളെല്ലാം കൂടെ വേറൊരു ഫ്ലോ എന്ന് പറയാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഒരു പാത്തിൽ കൂടെ ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക് പോകുന്ന എല്ലാത്തിനും ഒരു ഫ്ലോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ ഇടയ്ക്ക് തന്നെ പല പല ഫ്ലോസ് കാണാം. ഒന്നിൽ കൂടുതൽ നമ്പർ ഓഫ് ഫ്ലോസ് ഒക്കെ അറ്റ് എ ടൈം കണ്ടെന്ന് വരിക. അപ്പോൾ അതിനകത്തുള്ള ആ പറഞ്ഞ ഓരോ ഫ്ലോയ്ക്കും ഓരോ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് റിലയബിലിറ്റിയാണ്. അതായത് ആ പോകുന്ന ഫ്ലോയ്ക്ക് ആ ഫ്ലോ റിലയബിൾ ആയിരിക്കണം. റിലയബിൾ മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന സാധനം നമ്മൾ അവിടെ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്ററിൽ നിന്ന് പോകുന്ന സാധനം റിസീവറിൽ കറക്റ്റായിട്ട് എത്തുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം, അല്ലെങ്കിൽ റിലയബിളായിട്ടൊരു ട്രാൻസ്മിഷൻ നമുക്ക് കിട്ടണം. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അയക്കുന്ന പാക്കറ്റിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോവോ, അല്ലെന്നുണ്ടെങ്കിൽ നശിച്ചു പോവോ, ഡിസ്കാർഡായി പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലീറ്റ് ആയി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാക്കറ്റുകളും അവിടെ ചെല്ലില്ല. അപ്പം നമുക്ക് ഉടനെ എന്ത് ചെയ്യേണ്ടി വരും, റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് കൺജഷൻ കൂട്ടാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ക്വാളിറ്റി ഓഫ് സർവീസ് ക്വാളിറ്റി കുറയ്ക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ പാക്കറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകുന്ന ഡേറ്റ പാക്കറ്റ് മാത്രമല്ല, ആ റിസീവറിൽ നിന്ന് തിരിച്ചു വരുന്ന അക്നോളജ്മെൻറ്റ് പാക്കറ്റ്സും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ്. മനസ്സിലായോ? അപ്പം നമ്മൾ റിസീവറിൽ നിന്ന് തിരിച്ചു വരുന്ന അക്നോളജ്മെൻറ്റ് പാക്കറ്റും ട്രാൻസ്മിറ്ററിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന നമ്മുടെ ഡേറ്റ പാക്കറ്റുകൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഞാൻ ഈ പാക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലയബിലിറ്റി കുറവാണെങ്കിൽ ഈ പാക്കറ്റുകൾ ചിലപ്പോൾ ഡിസ്കാർഡായി പോകാനും നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് റീട്രാൻസ്മിഷൻ വേണ്ടി വരും. റീട്രാൻസ്മിഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺജഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലയബിലിറ്റി എന്നുള്ള കൺസെപ്റ്റിൻ്റെ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ ഫ്ലോയ്ക്കും ഡിഫറെൻറ്റ് റിലയബിലിറ്റി ആയിരിക്കും. അതായത് ഓരോ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫ്ലോ ഉപയോഗിക്കുന്നതനുസരിച്ച് റിലയബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് നിങ്ങളിപ്പോൾ വിചാരിക്കുക, ഇപ്പോൾ നിങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പോകുന്ന അല്ലെങ്കിൽ ടെലിഫോൺ ഉദ്ദേശിച്ച് നെറ്റ്വർക്ക് കൂടെ പാക്കറ്റ് പോകാമെന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ ആ പോകുന്നതിനകത്ത് ഇപ്പം അല്ലെങ്കിൽ വീഡിയോ കാണുന്നു, അതിനകത്ത് ഇപ്പോൾ 1-2 പാക്കറ്റുകൾ ഇപ്പം നഷ്ടപ്പെട്ട് പോയാലും നമുക്ക് ഡേറ്റ കാണാനും നമുക്ക് അതുപോലെ തന്നെ അല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ട് അവർ കാണാനും ഒക്കെ പറ്റും. ഇടയ്ക്ക് ചിലപ്പോൾ ഒരു സ്റ്റട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ എറർ ഉണ്ടാവും എന്നല്ലാതെ റിലയബിലിറ്റിയിൽ ഒരു ശകലം വ്യത്യാസം വന്നാലും പാക്കറ്റുകൾ മിസ്സായി പോയാലും വലിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകത്തില്ല. അതേസമയം ഇപ്പം നിങ്ങളൊരു ഓൺലൈനായിട്ട് നിങ്ങൾ എന്തെങ്കിലും സാധനം മേടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അയക്കുന്ന പാക്കറ്റുകൾ കംപ്ലീറ്റ് അപ്പുറത്ത് എന്നെങ്കിൽ മാത്രമല്ലേ അതിനൊരു മീനിങ് ഒരു ഇതായിട്ടുള്ള മെസ്സേജായിട്ട് അവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ് നടത്തുമ്പോൾ നിങ്ങളുടെ പോകുന്ന കീ, അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന എമൗണ്ട്, അപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പാക്കറ്റുകൾ നമ്മൾ അയക്കുമ്പം ആ പാക്കറ്റുകളുടെ റിലയബിലിറ്റി ഹൈ ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഫ്ലോയുടെ റിലയബിലിറ്റി നല്ല ഹൈ ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ആ റിലയബിലിറ്റി ഹൈ അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന പാക്കറ്റുകൾ പലതും മിസ്സായി പോവുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റില്ല. അപ്പോൾ അത് ഓരോ ഫ്ലോയ്ക്ക് അനുസരിച്ച് റിലയബിലിറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ റിലയബിലിറ്റി കുറവ് ആയാലും കുഴപ്പമില്ലാത്ത ഫ്ലോകളുണ്ടാവും, നല്ല റിലയബിലിറ്റി വേണ്ടുന്ന ഫ്ലോകളുണ്ടാവും. അപ്പോൾ ഇതൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് നമ്മുടെ ഒരു ഡേറ്റ ഫ്ലോയുടെ ഈ പറയുന്ന റിലയബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഡിലേ ആണ്. ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഒരു പാക്കറ്റ് അയക്കുമ്പോൾ അത് എത്രമാത്രം സമയം എടുത്താണ് അവിടെ ചെല്ലുന്നത്, അത് നമ്മൾ ഡിലേ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഡിലേയുടെ കേസും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാം ഡിലേ എന്ന് പറയുന്നത് എത്രയും കുറഞ്ഞിരിക്കുന്നോ അത്രയും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് അത്രയും നല്ലതാണ്. പക്ഷേ ആ ഡിലേ എന്ന് പറയുന്ന സാധനവും
നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും, അതായത് എല്ലാ ആപ്ലിക്കേഷനും നല്ല ഡിലേ പാടില്ല, അല്ലെങ്കിൽ എല്ലാ ആപ്ലിക്കേഷനും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം, അങ്ങനെയല്ല. ഡിലേ ഇത്തിരി വന്നാലും കുഴപ്പമില്ലാത്ത ആപ്ലിക്കേഷൻസും കുഴപ്പമില്ലാത്ത ഫ്ലോസും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കുവാണെങ്കിൽ, നിങ്ങളൊരു മെയിൽ അയക്കുന്നു, ആ മെയിൽ അയക്കുന്നതിനകത്ത് പാക്കറ്റ് അങ്ങ് ചെന്നാൽ മതി. അതിപ്പോൾ ഒരു 10 സെക്കൻഡ് താമസിച്ചാലോ 1 മിനിറ്റ് താമസിച്ചാലോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, മനസ്സിലായി. അതേസമയം നമുക്ക് അവിടെ റിലയബിലിറ്റി ഹൈ ആയിരിക്കണം, മനസ്സിലാകുന്നത്. നേരത്തെ പറഞ്ഞതിനകത്ത് നമ്മൾ ഈ മെയിൽ അയക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ റിലയബിലിറ്റി ഹൈ ആയിരിക്കണം. ഡിലേ ഇപ്പോൾ 1 സെക്കൻഡ് വന്നാലും ഒരു 10 മില്ലി സെക്കൻഡ് വന്നാലും 2 സെക്കൻഡ് വന്നാലും വലിയൊരു പ്രശ്നം നമുക്ക് അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഡിലേ ഇത്തിരി നമുക്ക് ആ ഫ്ലോയ്ക്ക് പ്രശ്നം കൂടി വരാനും കുഴപ്പമില്ല, പക്ഷേ റിലയബിലിറ്റി വേണം. അതേസമയം നമ്മളിപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്, ഒരു ഫോൺ സംഭാഷണം, വോയിസ് ഓവർ IP, അല്ലെങ്കിൽ നമ്മൾ റിയൽ ടൈമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുന്നു, അവിടെ നമുക്ക് റിലയബിലിറ്റി ഇത്തിരി കുറഞ്ഞാലും നമുക്ക് ഡിലേ കൂടാൻ പാടില്ല. ഡിലേ കൂടിയുള്ള പ്രശ്നം എന്താ, ഞാനിപ്പോൾ പറഞ്ഞാൽ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് അവിടെ കേൾക്കുന്നെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ. ആ ഡിലേ അപ്പോൾ ഒട്ടും വരാൻ പാടില്ലാത്ത ഫ്ലോകളുണ്ട്, ഡിലേ വന്നാൽ കുഴപ്പമില്ലാത്ത ഫ്ലോകളുണ്ട്. പക്ഷേ നമ്മൾ ഡിലേ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിസ്റ്റിക്കായിട്ട് കണക്കാക്കുന്നതിൻ്റെ കാരണം ഡിലേ കുറയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഡിലേയുടെ ബേസ് ചെയ്ത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാം, ക്വാളിറ്റി ഓഫ് സർവീസിൽ റിലയബിലിറ്റിയുടെ കേസ് പറയാം. പിന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജിറ്റർ. അപ്പോൾ ജിറ്റർ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ മൈക്രോ പ്രോസസറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ജിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നൽ, ശരിക്കും ജിറ്ററിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഇൻ ഡിലേ എന്നാണ് പറയുന്നത്. വേരിയേഷൻ ഇൻ ഡിലേ ഫോർ വേരിയസ് പാക്കറ്റ്സ്, വേരിയേഷൻ ഇൻ ഡിലേ ഫോർ വേരിയസ് പാക്കറ്റ്സ് ഇൻ ദ സെയിം ഫ്ലോ. പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതായത് ഇപ്പം ഞാൻ ട്രാൻസ്മിറ്ററാണ്, അപ്പുറത്തൊരു റിസീവറുണ്ട്, എനിക്ക് ഇവിടുന്ന് അയക്കാൻ ഒരു 10 പാക്കറ്റ് ഉണ്ട്, ഒരു 10 പാക്കറ്റ് ഞാൻ അയക്കാനുണ്ട്, ആ 10 പാക്കറ്റ് അപ്പുറത്ത് റിസീവ് ചെയ്യണം. ഞാൻ ഇവിടുന്ന് 1ാമത്തെ പാക്കറ്റ് അയക്കുന്നു, 2ാമത്തെ അയക്കുന്നു, 3ാമത്തെ അയക്കുന്നു, 4ാമത്തെ അയക്കുന്നു, അങ്ങനെ 10 വരെ അയക്കുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇവിടുന്ന് ട്രാൻസ്മിറ്ററിൽ നിന്ന് അവിടെ റിസീവർ വരെ ചെല്ലാനുള്ള ഡിലേ എന്ന് പറയുന്നത് ഒരു 10 സെക്കൻഡ് ഡിലേ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ 1ാമത്തെ പാക്കറ്റ് ഇവിടുന്ന് അയച്ചാൽ 10 സെക്കൻഡ് കഴിഞ്ഞെങ്കിലേ ആ 1ാമത്തെ പാക്കറ്റ് റിസീവറിലെത്തുള്ളൂ. അതിന് പുറകെ ഞാനിപ്പോൾ 2ാമത്തെ പാക്കറ്റ് അയക്കുന്നു, അതും 10 സെക്കൻഡ് കഴിയുമ്പോഴേ എടുത്തുള്ളൂ റിസീവ്. അപ്പം ഞാൻ ഇവിടുന്ന് 1, 2, 3, 4 അയച്ചാലും അത് സെയിം ഓർഡറിൽ സെയിം രീതിയിൽ തന്നെ അപ്പുറത്ത് എത്തും, പക്ഷേ ആഫ്റ്റർ 10 സെക്കൻഡ്സ്. അതാണല്ലോ ഡിലേ എന്ന് ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊന്ന് വിചാരിച്ചേ, എൻ്റെ 1ാമത്തെ പാക്കറ്റിന് 10 സെക്കൻഡ് ഡിലേ, 2ാമത്തെ പാക്കറ്റിന് 20 സെക്കൻഡ് ഡിലേ, 3ാമത്തെ പാക്കറ്റിന് 5 സെക്കൻഡ് ഡിലേ, 4ാമത്തെ പാക്കറ്റിന് 25 സെക്കൻഡ് ഡിലേ, ഇങ്ങനെ ഓരോ പാക്കറ്റുകൾക്കും ഓരോരോ ഡിലേ ആണെങ്കിൽ എന്താ സംഭവിക്കും? ഇത് ഔട്ട് ഓഫ് ഓർഡറിലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലും ആയിരിക്കും എവിടെ ചെല്ലുന്നത്, റിസീവർ ചെല്ലുന്നത്. മറ്റേത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡർ തന്നെ, എല്ലാവർക്കും സെയിം ഡിലേ ആണെങ്കിൽ സെയിം ഓർഡർ തന്നെ ഇവിടെ എത്തും, റിസീവറിലെത്തും. പക്ഷേ പലർക്കും പല ഡിലേ ആണെങ്കിലോ, 1ാമത്തിന് 5 ഉള്ളായിരുന്നു, ശരി അതങ്ങ് ചെന്നു. 2ാമത്തിന് 20 ഉണ്ടായിരുന്നു, അത് എത്താൻ പോകുന്നേ ഉള്ളൂ. 3ാമത്തെ പാക്കറ്റിന് 10 സെക്കൻഡ് ഡിലേ ഉള്ളൂ, അപ്പോൾ അത് 2 എത്തുന്നതിന് മുമ്പ് ഏത് പാക്കറ്റ് എത്തും? 3 എത്തും. അപ്പോൾ ഔട്ട് ഓഫ് ഓർഡറിലായിരിക്കും ഇവിടെ റിസീവ് ആവുന്നത്, റിസീവറിലെത്തുന്നത്. അപ്പോൾ റിസീവർ എന്തോ ചെയ്യണം? ഇതിന് തിരിച്ച് റീഅറേഞ്ച് ചെയ്യണം, കൂടുതൽ പണിയെടുക്കണം, മനസ്സിലായി. അപ്പോൾ ഈ വേരിയേഷൻ ഇൻ ഡിലേ ഓഫ് പാക്കറ്റ്സ്, ഒരു സെയിം ഫ്ലോയിലുള്ള പാക്കറ്റുകളുടെ ഡിലേയിൽ വേരിയേഷൻ വരുന്ന ആ വേരിയേഷനാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ജിറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ജിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് സർവീസിനെ ബാധിക്കുന്ന കാര്യമാണ്, ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് അതിനെ ബാധിക്കുന്ന സാധനം. അപ്പോൾ ജിറ്റർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന സാധനമല്ല. അപ്പോൾ ജിറ്റർ എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് 4 ക്യാരക്ടറിസ്റ്റിക് ആണ്. ഒന്ന് നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, നമ്മൾ റിലയബിലിറ്റി, അതുപോലെ തന്നെ ഡിലേ, 3 ജിറ്റർ, 4ാമത്തെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ബാൻഡ് വിഡ്ത്ത്. അപ്പം ഇങ്ങനെ 4 അതാണുള്ളത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ എത്രമാത്രം നമുക്ക് ഡേറ്റ അറ്റ് എ ടൈം നമുക്ക് ഒരുമിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രമാത്രം പറ്റുമോ അതിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് പല ആപ്ലിക്കേഷനും പലതാണ്. ഫോർ എക്സാമ്പിൾ ഒരു മെയിൽ അയക്കാൻ നമുക്ക് വളരെ കുറച്ച് ബാൻഡ് വിഡ്ത്ത് മതി. പക്ഷേ ഒരു ലൈവ് ചാറ്റ് ചെയ്യണമെങ്കിലോ ലൈവായിട്ടൊരു വീഡിയോ കാണണമെങ്കിലോ നമുക്ക് ബാൻഡ് വിഡ്ത്തിൻ്റെ വാല്യൂ ഹൈ ആയിരിക്കണം. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുന്നതനുസരിച്ച്, യൂഷ്വലി പറയുവാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് നമ്മുടെ ക്വാളിറ്റി ഓഫ് സർവീസും കൂടും, QoS കൂടും. അപ്പോൾ റിലയബിലിറ്റി കൂടുന്നതനുസരിച്ച് QoS കൂടും, ഡിലേ കുറയുന്നതനുസരിച്ച് QoS കൂടും, ജിറ്റർ കുറയുന്നതനുസരിച്ച് QoS കൂടും, ബാൻഡ് വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് QoS കൂടും. പക്ഷേ ഇതൊക്കെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഫ്ലോ ബേസ്ഡ് ആണ്, എല്ലാത്തിനും ഒരേപോലെ ആവണമെന്നും ഇല്ല. അപ്പോൾ ഇത് നമുക്കറിയാം, ശരി സംഭവിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, QoSൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി എങ്ങനെ നമുക്ക് QoS ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് സർവീസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ചോളുക. അപ്പോൾ നമുക്ക് എങ്ങനെ ക്വാളിറ്റി ഓഫ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഓഫ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് ആണ്. ക്വാളിറ്റി ഓഫ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു രീതി എന്ന് പറയുന്നത് ഷെഡ്യൂളിംഗ് ആണ്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ പാക്കറ്റുകളെ കറക്റ്റായിട്ട് യൂണിഫോം ഫ്ലോ ആയിട്ട് കറക്റ്റായിട്ട് അയക്കാൻ
അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേ പ്രയോറിറ്റി കൊടുത്ത് എല്ലാവരെയും കറക്റ്റായിട്ടുള്ള രീതിയിൽ അയക്കുക എന്നുള്ളതാണ് ഷെഡ്യൂളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഫിഫോ ഷെഡ്യൂളിംഗ് ആണ്. FIFO ഷെഡ്യൂളിംഗ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഷെഡ്യൂളിംഗ്, ക്യൂ പോലെ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഷെഡ്യൂളിംഗ്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പാക്കറ്റുകൾക്ക് ഒരു ക്യൂ വെച്ചിട്ട് ആ ക്യൂ അനുസരിച്ചായിരിക്കും പാക്കറ്റുകൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രോസസ്സ് ചെയ്യാനും എടുക്കാനും അയക്കുന്നത്. അപ്പോൾ എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു പാക്കറ്റുകൾ ഇപ്പോൾ വരുന്ന സ്പീഡ് ഇപ്പോൾ ഓരോരുത്തരും ഓരോ സ്പീഡിലാണ് വരുന്നതെങ്കിൽ ഓരോ ഈ പാക്കറ്റുകൾ ഓരോരോ ഡിലേയിൽ ഓരോരോ സ്പീഡിലോ വരുന്നെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ജിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് സ്മൂത്ത് ഔട്ട് ചെയ്ത് യൂണിഫോം ആക്കാൻ വേണ്ടി നമുക്ക് ക്യൂ ഉപയോഗിക്കാം. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു റിസീവറിലേക്ക് നല്ല സ്പീഡിൽ പാക്കറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആ പാക്കറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കും, അത്രയും സ്പീഡിൽ റിസീവറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ക്യൂ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറ്റും, ഈ പാക്കറ്റുകളൊക്കെ ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ പറ്റും, റിലയബിലിറ്റി കുറയും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ക്യൂ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫിഫോ ഷെഡ്യൂളിംഗ് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രൊസസ്സറിന് മുമ്പായിട്ട് നമ്മൾ എന്തൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഒരു ക്യൂ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പാക്കറ്റുകൾ വരുമ്പം ക്യൂ ഫുൾ ആണെങ്കിൽ മാത്രമേ ഡിസ്കാർഡ് ചെയ്യുള്ളൂ. ക്യൂ ഫുൾ അല്ലെങ്കിൽ എപ്പോഴും വരുന്ന പാക്കറ്റുകൾ എങ്ങോട്ട് പോകും, ക്യൂവിൻ്റെ ഈ എൻഡിലേക്ക് കയറും. എന്നിട്ട് ഇവിടുന്ന് ഓരോരോ പാക്കറ്റായിട്ട് ആരെടുത്ത് പ്രോസസ്സ് ചെയ്യും, പ്രൊസസ്സർ എടുത്ത് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ആസ് ലോങ് ആസ് നമ്മുടെ ക്യൂ എം ടി ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ക്യൂവിൽ ഒരു സ്ലോട്ടെങ്കിലും ഫ്രീ ഉള്ള സമയത്തോളം നമ്മുടെ എന്തില്ല, പാക്കറ്റുകളൊന്നും ഡിസ്കാർഡ് ആവത്തില്ല. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് റിലയബിലിറ്റി കൂട്ടാൻ നമ്മളെ കൊണ്ട് ഏതിനെ കൊണ്ട് പറ്റും, ഈ ഫിഫോ ഷെഡ്യൂളിനെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഷെഡ്യൂളിനെ കൊണ്ട് പറ്റും. എസ്പെഷ്യലി ഈ കേസിൽ പറയുകയാണെങ്കിൽ ഫിഫോ ഷെഡ്യൂളിനെ കൊണ്ട് പറ്റും. ഇനി ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പ്രൊസസ്സറിലേക്ക് വരുന്ന ഡേറ്റ ആണല്ലോ. ഈ പ്രൊസസ്സറിലേക്ക് വരുന്ന പാക്കറ്റുകളെല്ലാം സെയിം ആപ്ലിക്കേഷൻ്റെ ആവണമെന്നില്ല. ചിലപ്പം വീഡിയോ ചാറ്റിൻ്റെ പാക്കറ്റുകൾ വരും, ഓഡിയോ ചാറ്റിൻ്റെ പാക്കറ്റുകൾ വരും, മെയിലിൻ്റെ പാക്കറ്റുകൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലാതുള്ള നമ്മൾ ആ ഡേറ്റ അയക്കുന്ന അല്ലെങ്കിൽ വാട്സാപ്പ് ചാറ്റിൻ്റെ പാക്കറ്റുകൾ വരും. അങ്ങനെ പല പല ആപ്ലിക്കേഷൻ്റെ ചാറ്റ് ആണെങ്കിൽ എന്തായിരിക്കും പാക്കറ്റുകളാക്കി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിലേ ഒട്ടും പാടില്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ റിലയബിലിറ്റി ഇത്തിരി കുറഞ്ഞാലും ഡിലേ കൂടാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ റിലയബിലിറ്റി കൂടിയാലും ഡിലേ കൂടിയാലും കുഴപ്പമില്ല, റിലയബിലിറ്റി പ്രശ്നമുള്ള ആൾക്കാരാണ്. അങ്ങനെ പല രീതിയിലുള്ള പാക്കറ്റുകൾ കാണും. അപ്പോൾ ഇവരെ നമുക്ക് ആണെങ്കിൽ എങ്ങനെ എല്ലാവരെയും ഒരേ ക്യൂ ഇതിനകത്ത് കയറ്റി വിടുവാണെങ്കിൽ പ്രശ്നം എന്തുവാ, ഇപ്പം ആണെങ്കിൽ ഇപ്പം വരുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ പാക്കറ്റ്, ആദ്യം ഒരു വീഡിയോയുടെ പാക്കറ്റ് വന്നു, അതിനുശേഷം നിങ്ങളുടെ മെയിലിൻ്റെ ഒരു പാക്കറ്റ് വന്നു, 10 പാക്കറ്റ് വന്നു, അതിനുശേഷം നിങ്ങളുടെ ഓഡിയോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു 10 പാക്കറ്റ് വന്നു. അപ്പോൾ ഇതിനെല്ലാം ക്യൂവിൽ പുറകെ കയറ്റി വിടുന്നെങ്കിൽ ഈ കയറ്റി വിടുന്ന ഓർഡറിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, പാക്കറ്റുകൾ പ്രോസസ്സ് ആവത്തുള്ളൂ. അപ്പോൾ എന്തോ പറ്റും, ആദ്യം വരുന്നത് പതുക്കെ പ്രോസസ്സ് ചെയ്താൽ മതി എന്നുള്ള പാക്കറ്റുകളാണ് ആദ്യം കയറി പോയതെങ്കിലും ഇപ്പം പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യേണ്ട സാധനങ്ങൾ പുറകിലാ കിടക്കുന്നതെങ്കിലും അതിന് നമുക്ക് പ്രോസസ്സ് ചെയ്യാനുള്ള വകുപ്പില്ല. ഈ പതുക്കെ ക്യൂവിൽ നിന്ന് ഫ്രണ്ടിൽ കൂടെ പോകുന്നവരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവും. അപ്പം പ്രയോറിറ്റി കൂടുതലുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള പാക്കറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ വരും, പ്രോസസ്സ് ചെയ്യാൻ ആ സ്പീഡിൽ ഡിലേ കുറച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതൊക്കെ വരും. ഇതാണ് ഈ ഫിഫോ ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നൊരു കൺസെപ്റ്റാണ് പ്രയോറിറ്റി ക്യൂ. പ്രയോറിറ്റി ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റി, അത് ഓരോ ക്ലാസ്സിനും അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്ന പാക്കറ്റുകൾക്ക് ഓരോ പ്രയോറിറ്റി നമ്മൾ അസ്യൂം ചെയ്യും. മനസ്സിലായോ? എന്നിട്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ക്യൂ കൊടുക്കും. ഞാൻ പടം കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഇതാണ് ഇമേജ്. അതായത് നമുക്ക് ഒരു ക്യൂവിന് പകരം നമുക്ക് മൾട്ടിപ്പിൾ ക്യൂ ഉണ്ടാവും. മനസ്സിലായോ? എന്നിട്ട് നമുക്ക് വരുന്ന ഓരോ ഫ്ലോയ്ക്കും അല്ലെങ്കിൽ ഓരോ സെറ്റ് ഓഫ് പാക്കറ്റുകൾക്കും ഓരോ ആണെങ്കിൽ പ്രയോറിറ്റി നമ്മൾ അസൈൻ ചെയ്തിട്ട് ആ പ്രയോറിറ്റിക്ക് അനുസരിച്ചുള്ള ഓരോരോ ക്യൂവിലോട്ട് വിടും. അതായത് പ്രയോറിറ്റി കൂടുതലുള്ള ക്യൂ ഉണ്ടാവും, പ്രയോറിറ്റി കുറവുള്ള, അങ്ങനെ പല ക്യൂ ഇട്ടിട്ട് പ്രയോറിറ്റി കൂടുതൽ വരുന്ന ഓരോ ഫ്ലോയ്ക്കും ഓരോരോ ക്യൂവിലേക്ക് വിടും, ഓരോരോ ഫ്ലോയിനെ ഓരോരോ ക്യൂവിലോട്ട് വിടും. എന്നിട്ട് ഗുണമെന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആണെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ പോകുന്ന ഏതായിരിക്കും, ഏറ്റവും പ്രയോറിറ്റി കൂടുതലുള്ള ക്യൂ. അപ്പോൾ ആദ്യം നമ്മൾ ഡേറ്റ എവിടെ നിന്ന് എടുക്കും, ഏറ്റവും പ്രയോറിറ്റി കൂടുതലുള്ള ക്യൂവിൽ നിന്ന് എടുക്കും, എന്നിട്ട് പ്രോസസ്സ് ചെയ്യും. ആ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ക്യൂ എല്ലാം നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൊട്ട് താഴത്തെ എന്ത് ചെയ്യും, അതിനെക്കാട്ടി കുറവ് പ്രയോറിറ്റി ഉള്ള ക്യൂ നമ്മൾ പ്രോസസ്സ് ചെയ്യും. അതിനെ മൊത്തം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി പ്രയോറിറ്റി കുറവുള്ളതിനെ പ്രോസസ്സ് ചെയ്യും. അങ്ങനെ താഴെ വന്നിട്ട് ഏറ്റവും അവസാനം ഏറ്റവും പ്രയോറിറ്റി കുറവുള്ള ക്യൂവിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യും. കുഴപ്പമില്ല, കേൾക്കുമ്പോൾ രസമുണ്ട്, വർക്ക് ചെയ്യുകയും ചെയ്യും. പ്രശ്നം എന്ന് പറഞ്ഞാൽ സപ്പോസ് ഈ ഏറ്റവും ഹൈ പ്രയോറിറ്റി കൂടിയ സാധനത്തിനകത്തോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് വിചാരിച്ചു. ഏറ്റവും ഹയർ പ്രയോറിറ്റി ഉള്ള ക്യൂവിലേക്ക് അല്ലെങ്കിൽ ആ ഫ്ലോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ വന്നുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ആ ക്യൂ തീരാതെ ഇവർ അതിനെക്കാട്ടി കുറവ് പ്രയോറിറ്റി ഉള്ള ഒന്നും പ്രോസസ്സ് ചെയ്യത്തില്ല.
അപ്പോൾ വരാൻ പോകുന്ന പ്രശ്നം എന്തുവാ, ഈ താഴെ ഇരിക്കുന്ന ലോവർ പ്രയോറിറ്റിയുള്ള സാധനങ്ങൾ അവിടെ അങ്ങ് ഇരുന്ന് പോകും. ഈ മേളിലുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രോസസ് ചെയ്ത് ഇതങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഒരിക്കലും എങ്ങോട്ട് വരത്തില്ല, ലോവസ്റ്റ് എൻഡിലേക്ക് കണക്ഷൻ വരത്തില്ല. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായി? അപ്പോൾ അതാണ് ഈ നമ്മുടെ പ്രയോറിറ്റി ക്യൂയിങ്ങിൻ്റെ പ്രശ്നം. സംഭവം മനസ്സിലായി, പ്രശ്നവും മനസ്സിലായി. ഇനി ആ പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്, വെയ്റ്റഡ് ഫെയർ ക്യൂയിങ്. ഈ പ്രയോറിറ്റി ക്യൂയിങ് തന്നെ അവിടെ നമ്മൾ വെയിറ്റ് കൂടെ കൊടുക്കും. ഒരു ചെറിയ വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് ഹയസ്റ്റ് പ്രയോറിറ്റിയുടെ വെയിറ്റ് ഞാൻ ഒരു വാല്യൂ അസൈൻ ചെയ്യുക. ഹയസ്റ്റ് പ്രയോറിറ്റി ക്യൂ അതിൻ്റെ വെയിറ്റ് 5, അതിനെക്കാട്ടി കുറവ് പ്രയോറിറ്റി ഉള്ള ഒരു 4, അതിനെക്കാട്ടി കുറവ് പ്രയോറിറ്റി ഉള്ള ഒരു 3, അതിനെക്കാട്ടി കുറവ് പ്രയോറിറ്റി ഉള്ളത് 1. ഇങ്ങനെ ഓരോരോ ക്യൂവിനും ഓരോരോ വെയിറ്റും കൂടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത്രേ ഉള്ളൂ, ഏറ്റവും പ്രയോറിറ്റി കൂടുതലുള്ള ആണെങ്കിൽ ക്യൂവിൽ നിന്ന് 5 പാക്കറ്റുകളെ പ്രോസസ്സ് ചെയ്യുന്നു. അതിൻ്റെ വെയിറ്റ് 5 ആയതുകൊണ്ട് 5 പാക്കറ്റുകൾ പ്രോസസ്സ് ചെയ്യുന്നു. അതിൻ്റെ 5 എണ്ണം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ആ ഹൈ പ്രയോറിറ്റി ക്യൂവിൽ പാക്കറ്റുകൾ പിന്നെയും ബാക്കി ഉണ്ടെങ്കിലും തൊട്ട് താഴത്തെ പ്രയോറിറ്റി ഉള്ളതിനകത്ത് വന്നിട്ട് അതിൻ്റെ വെയിറ്റായ 4 പാക്കറ്റ് പ്രോസസ്സ് ചെയ്യും. അത് കഴിയുമ്പം അതിന് താഴത്തെ പ്രയോറിറ്റി ഉള്ളതിൽ വന്നിട്ട് 3 പാക്കറ്റ് പ്രോസസ്സ് ചെയ്യും. അത് കഴിഞ്ഞ് വന്നിട്ട് 2 എണ്ണം, പിന്നെ വന്നിട്ട് 1 എണ്ണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രയോറിറ്റി കുറവുള്ള ക്യൂവിനെയും പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനകത്ത് നിന്ന് പ്രോസസ്സ് ചെയ്യുന്ന നമ്പർ ഓഫ് പാക്കറ്റുകൾ കുറവായിരിക്കും. അപ്പോൾ വെയിറ്റ് കൂടുതലുള്ളതിനകത്തുനിന്ന് കൂടുതലിനെ പ്രോസസ്സ് ചെയ്യും, വെയിറ്റ് കുറവുള്ളതിനകത്തുനിന്ന് കുറവ് നമ്പർ ഓഫ് പാക്കറ്റുകളെ പ്രോസസ്സ് ചെയ്യും. ഇതിങ്ങനെ സർക്കിളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഹയസ്റ്റ്, അതിന് താഴെ ലോവസ്റ്റ്, വീണ്ടും ഹയസ്റ്റ്, താഴെ പറയാം. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും അതിന് വെയിറ്റ് അനുസരിച്ചുള്ള നമ്പർ ഓഫ് പാക്കറ്റുകളായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. ഇതാണ് വെയ്റ്റഡ് ഫെയർ ക്യൂയിങ്. എൻ്റെ പടമാണ് താഴെ കാണിച്ചിരിക്കുന്നത്. മൾട്ടിപ്പിൾ ക്യൂസ് ഉണ്ടാവും, ഓരോന്നും പല പ്രയോറിറ്റി ആയിരിക്കും. ഓരോരുത്തർക്ക് ഓരോ വെയിറ്റും കൂടെ അസൈൻ ചെയ്യും. ആ വെയിറ്റ് അനുസരിച്ചായിരിക്കും എന്തോ ചെയ്യുന്നത്, ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതിങ്ങനെ സർക്കിളായിട്ട് ഇങ്ങനെ സർക്കുലർ വാലിൽ രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പം ചുരുക്കം പറഞ്ഞാൽ എല്ലാ ആണെങ്കിലും പാക്കറ്റുകൾ ഡിസ്കാർഡ് ചെയ്യുന്നില്ല, എല്ലാ പ്രയോറിറ്റിയിലുള്ള ക്യൂവിൽ നിന്ന് നമ്മൾ വാല്യൂസിന് എടുക്കുന്നുണ്ട്, എല്ലാവർക്കും ആണെങ്കിൽ പ്രയോറിറ്റി ഉണ്ട്, എല്ലാവരെയും ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവർക്കും അതിനുള്ള റിലയബിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ വെയ്റ്റഡ് ഫെയർ ക്യൂയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 എണ്ണം ഇതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതിൽ ടെക്നിക്സ് ടു ഇംപ്രൂവ് ക്യൂഐസിനകത്ത് ഒരു രീതിയായിരുന്നു ഷെഡ്യൂളിംഗ്. ആ ഷെഡ്യൂളിങ്ങിനകത്ത് 3 ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് ആണ്: ഫിഫോ, പ്രയോറിറ്റി ആൻഡ് വെയ്റ്റഡ് ഫെയർ. ഫിഫോയുടെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി ക്യൂ കൊണ്ടുവന്നത്. പ്രയോറിറ്റി ക്യൂവിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് വെയ്റ്റഡ് ഫെയർ ക്യൂ കൊണ്ടുവന്നത്. അപ്പോൾ ഈ 3 എണ്ണം, ഇതിൻ്റെ പടം, ഈ 3 എണ്ണത്തിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അത് നമ്മൾ ഷെഡ്യൂളിംഗ് ഒരു മെത്തേഡായിരുന്നു ടു ഇംപ്രൂവ് QoS എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഫോർ ഇംപ്രൂവിങ് QoS എന്ന് പറയുന്നത് ട്രാഫിക് ഷേപ്പിംഗ് എന്നാണ്. രണ്ടാമത്തിൻ്റെ പേരെന്ന് പറയുന്നത് ട്രാഫിക് ഷേപ്പിംഗ് എന്നും അതുപോലെ തന്നെ അതിന് വേറൊരു പേരൂടെ പറയും. ഞാൻ എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ട്രാഫിക് ഷേപ്പിങ്ങും, അല്ലെങ്കിൽ ആ ട്രാഫിക് ഷേപ്പിങ്ങിന് വേറൊരു പേര് വിളിക്കും പോലീസിങ്. നമ്മൾ കേട്ടുള്ള പോലീസിൻ്റെ പേര് തന്നെയാണ് പോലീസിങ്, POLICING. അപ്പോൾ ട്രാഫിക് ഷേപ്പിംഗ് അല്ലെങ്കിൽ അതിന് വേറൊരു പേരാണ് പോലീസിങ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം എക്സ്പ്ലെയിൻ ഷെഡ്യൂളിംഗ് ആൻഡ് പോലീസിങ് എന്നും ചോദിച്ചേക്കാം. പോലീസിങ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് ഷേപ്പിംഗ്. എന്താണ് ട്രാഫിക് ഷേപ്പിംഗ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നതാണ്, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രാഫിക്കുകൾ ഉണ്ടാവും. അതായത് കണ്ടിന്യൂസ്ലി, അത് കോൺസ്റ്റൻറ്റ് ബിട്രേറ്റ് ഉള്ളതുണ്ടാവും, വേരിയബിൾ ബിട്രേറ്റ് ഉള്ളതുണ്ടാവും, അതുപോലെ ബേസ്റ്റ് ആയിട്ടുള്ളതുണ്ടാവും. അതിൽ കോൺസ്റ്റൻറ്റ് ബിട്രേറ്റ് ഉള്ളതിനാണ് പ്രോസസ്സ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. കാരണം അതിനകത്തുള്ള നമ്പറോ എത്ര പാക്കറ്റ് വരും എന്നുള്ളത് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് അറിയാൻ പറ്റും. വേരിയബിൾ ബിട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും വരുന്ന ബിട്രേറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ബിറ്റ് എന്ന് പറയുന്നത് കൂടുതലാവാം, ചിലപ്പോൾ കുറവാവാം. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബേസ്റ്റ് ആയിരിക്കും. അതിനകത്ത് ചില സമയത്ത് ഒന്നും കാണത്തില്ല, ചില സമയത്ത് ഒരുപാട് കാണും. അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ബേസ്റ്റ് ഓഫ് ഡേറ്റ വരാൻ ചാൻസ് ഉണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് ഡേറ്റ നമുക്ക് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആണെങ്കിൽ ട്രാൻസ്മിഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാഫിക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ട്രാഫിക്കിനകത്ത് ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമെന്ന് ഞാൻ പറഞ്ഞു കോൺസ്റ്റൻറ്റ് ബിട്രേറ്റ് ആണ്. ഏറ്റവും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള 2 എണ്ണം എന്ന് പറയുന്നത് ഈ വേരിയബിൾ ബിട്രേറ്റും അതുപോലെ ബേസ്റ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ട്രാഫിക് ഷേപ്പുകളുള്ള ഈ വേരിയബിൾ ബിട്രേറ്റും അതുപോലെ തന്നെയുള്ള ബേസ്റ്റിനെയും നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള കോൺസ്റ്റൻറ്റ് ബിട്രേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാഫിക് ഷേപ്പിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഷേപ്പുകളായ ഈ വേരിയബിൾ ബിട്രേറ്റിനെയും അതുപോലെ തന്നെ ബേസ്റ്റിനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള കോൺസ്റ്റൻറ്റ് ബിട്രേറ്റ് എന്ന ട്രാഫിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ് ട്രാഫിക് ഷേപ്പിംഗ് അഥവാ പോലീസിങ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ഇത്രയുള്ളൂ. അതിനൊരു ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ലീക്കി ബക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ കൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ.
നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആണെങ്കിൽ ഒരുപാട് ഇപ്പോൾ അവർ പറഞ്ഞു ഒരു ബക്കറ്റിൻ്റെ അടിയിൽ അതിൻ്റെ കൺസെപ്റ്റ് ഇങ്ങനെ തന്നെയാണ്. ഒരു ബക്കറ്റിൻ്റെ അടിയിൽ ഒരു ചെറിയ ഹോൾ ഇട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു വലിയ ബക്കറ്റിൻ്റെ അടിയിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഹോളിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരുന്ന റേറ്റ് ഒരിക്കലും ആ ബക്കറ്റിനകത്ത് എന്തുമാത്രം വെള്ളം ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ ബക്കറ്റിനകത്തോട്ട് എന്തുമാത്രം ഫോഴ്സിൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് വെള്ളം വരുന്നതെന്നോ ഉള്ളതിനെ ബാധിച്ചിരിക്കത്തില്ല. അത് നിങ്ങൾ എത്ര സ്പീഡിൽ ആ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചാലും ആ ബക്കറ്റ് ഫുള്ളാക്കി ഇട്ടാലും എന്തുവായാലും ആ ബക്കറ്റിൽ കുറച്ചെങ്കിലും വെള്ളം ഉള്ളത്തോളം കാലം അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ചെറിയ ഹോളിൽ കൂടെ പുറത്തേക്ക് വെള്ളം വരുന്ന റേറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിൽ നിന്നും വിചാരിക്കാവുന്നേ ഉള്ളൂ. നിങ്ങളൊരു ബക്കറ്റ് ഉണ്ട്, ആ ബക്കറ്റിൻ്റെ ഹോൾ ഉണ്ടെങ്കിൽ ആ ബക്കറ്റിലോട്ട് നിങ്ങൾ എത്ര സ്പീഡിൽ വെള്ളം ഒഴിച്ചാലും അതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നതായിരിക്കും ആ ഹോളിൽ കൂടെ വരാവുന്ന റേറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ആ റേറ്റിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ സെയിം കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലും ട്രാഫിക് ഷേപ്പിംഗ് ചെയ്യുന്നത്. അതായത് ഇവിടെയും ഒരു ക്യൂ തന്നെ, ആ ക്യൂവിലേക്ക് വരുന്ന ഡേറ്റ എത്ര സ്പീഡിൽ വന്നാലും എത്ര പതുക്കെ വന്നാലും ആ ക്യൂവിൻ്റെ വെളിയിലേക്ക് നമ്മൾ എടുക്കുന്നത് കോൺസ്റ്റൻ്റ് റേറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇൻപുട്ടായിട്ട് ആ ക്യൂവിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നത് വേരിയബിൾ ബിറ്റ് റേറ്റിലായാലും ബേസ്റ്റ് ആയിട്ടായാലും വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കുന്നത് എങ്ങനെയായിരിക്കും, കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റിലായിരിക്കും. അപ്പം നമ്മുടെ ഒരു ക്യൂവിൻ്റെ ഇൻപുട്ടിൽ വേരിയബിൾ ബിറ്റ് റേറ്റ് അല്ലെങ്കിൽ ബേസ്റ്റ് ആയിട്ടുള്ള ട്രാഫിക് ഷേപ്പ് ആയിരിക്കും. പക്ഷേ ആ പ്രോസസ്സറിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്യൂവിൻ്റെ ഔട്ട്പുട്ടിൽ എന്തുമായിരിക്കും, അതൊരു കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റിലുള്ള ഫ്ലോ ആയിരിക്കും. സോ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും, ട്രാഫിക്കിനെ ഷേപ്പ് ചെയ്യാം. അതൊരു മെത്തേഡ്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില സമയത്ത് ആ ബക്കറ്റിനകത്ത്, ഇപ്പം ഈ ബക്കറ്റിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ആ ബക്കറ്റിനകത്ത് വെള്ളം ഒന്നുമില്ലെന്ന് വിചാരിക്കുക. ആ ബക്കറ്റിനകത്ത് വെള്ളം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രൊസസ്സറിന് വർക്ക് ചെയ്യാൻ ഡേറ്റ ഇല്ലാതെ വരും. അപ്പോൾ ആ വർക്ക് ചെയ്യാൻ ഡേറ്റ ഇല്ലാതെ വന്നാൽ അത് വെറുതെ ഇരിക്കുക. അതിനുശേഷം കുറേ പാക്കറ്റുകൾ ഒരുമിച്ച് വന്നാൽ പോലും ഇത് യൂണിഫോം റേറ്റിൽ മാത്രമേ ഔട്ട്പുട്ടിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഐഡിലായിട്ടിരിക്കുന്ന സമയത്തിന് ഒരു വിലയില്ലതായിപ്പോൾ. മനസ്സിലായോ? അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. അതായത് ഐഡിലായിട്ടിരിക്കുന്ന കണ്ടീഷൻ വരുവാണെങ്കിൽ ആ ഓരോ ഐഡിലായിട്ട് എത്ര നേരം ആ ഒരു പ്രൊസസ്സർ ഐഡിലായിട്ടിരിക്കുന്നോ അതനുസരിച്ച് അതിന് ഒരുപാട് യൂണിഫോം റേറ്റിന് പകരം ഒരുപാട് നമ്പർ ഓഫ് പാക്കറ്റുകളെ അറ്റ് എ ടൈം പ്രോസസ്സ് ചെയ്യാനുള്ളൊരു ക്രെഡിറ്റ് കൂടെ കൊടുക്കും. അതിനവർ വിളിക്കുന്ന പേര് ടോക്കൺ എന്നാണ്. അതായത് ആ പ്രൊസസ്സർ ഓരോ ഇപ്പം എന്താ പറയുന്നത്, ഒരു സെക്കൻഡ് എന്ന് കൂട്ടിക്കോ, ഓരോ സെക്കൻഡ് അത് ഐഡിലായിട്ടിരിക്കുമ്പോഴും അതിന് ഇത്ര നമ്പർ ഓഫ് ടോക്കൺസ് കിട്ടും. ഓരോ സെക്കൻഡ് ഐഡിലായിട്ടിരിക്കുന്നതിനും ആ പ്രൊസസ്സറിന് ഇത്ര നമ്പർ ഓഫ് ടോക്കൺസ് കിട്ടും. ആ ടോക്കൺ ഉപയോഗിച്ച് ഇതിന് പാക്കറ്റുകളെ പ്രോസസ്സ് ചെയ്യാം. അപ്പം ഒരു സെക്കൻഡ് ഇരുന്നു 10 ടോക്കൺ കിട്ടി, അടുത്ത സെക്കൻഡ് ഇരുന്നു വീണ്ടും ഒരു 10 ടോക്കൺ കിട്ടി, പിന്നെ ഒരു സെക്കൻഡ് വെറുതെ ഇരുന്നു വീണ്ടും ഒരു 10 ടോക്കൺ കിട്ടി. ഇപ്പോൾ ഒരു 30 ടോക്കൺ ആടയിലുണ്ട്, പ്രൊസസ്സറിൻ്റെ കയ്യിൽ ഫ്രീ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇനി അതിന് ഉപയോഗിക്കേണ്ടി വന്നാൽ ഇതിന് വേണമെങ്കിൽ ഈ 30 ടോക്കണോട് ഒരുമിച്ച് ഉപയോഗിക്കാം. അതായത് 30 പാക്കറ്റുകളെ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യണമെങ്കിലും അതിനുള്ളൊരു അവൈലബിലിറ്റി, അതിന് ഓപ്ഷൻ ആർക്ക് കിട്ടും, ഈ പ്രൊസസ്സറിന് കിട്ടും. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഈ ടോക്കൺ ബക്കറ്റിൻ്റെ കൺസെപ്റ്റ്. അതായത് ഈ ഐഡിലായിട്ടിരിക്കുന്ന സമയത്ത് ഉള്ള പ്രൊസസ്സറിൻ്റെ വർക്കിനെ വെറുതെ കളയാതെ അതിന് ടോക്കൺ കൊടുത്തിട്ട് അതിന് കിട്ടുന്ന സമയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കാനുള്ളൊരു ഫെസിലിറ്റി കൊടുക്കുക. അതാണ് ഈ ടോക്കൺ ബക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഇനി അതും കൂടാതെ നമുക്ക് വേറൊരു രീതി, നമ്മുടെ ഈ ക്യൂഎസിനെ കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രാഫിക്കിനെ ഷേപ്പ് ചെയ്യാനുള്ള വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് റിസോഴ്സ് റിസർവേഷൻ. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ക്യൂഎസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിസോഴ്സിനെ റിസർവ് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ എനിക്കൊരു എൻ്റെ നെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് 100 Mbps ആണെന്ന് വിചാരിക്കുക. എൻ്റെ നെറ്റിൻ്റെ സ്പീഡ് 100 Mbps ആണെന്ന് വിചാരിക്കുക. ഞാൻ ആ 100 Mbps കണക്ഷൻ ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യും. ചിലപ്പോൾ വീഡിയോ കാണും, ചിലപ്പോൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യും, ചിലപ്പോൾ ഗെയിം കളിക്കും, ചിലപ്പം പാട്ട് അപ്ലോഡ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങൾ ഈ 100 Mbps ബാൻഡ്വിഡ്ത്തിൽ ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നടക്കുമ്പോൾ ചിലപ്പം ഒരാൾ കുറച്ച് കൂടുതൽ ബാൻഡ്വിഡ്ത്ത് ഉപയോഗിക്കും, ഒരാൾ കുറച്ച് കുറവായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നം വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരുപാട് അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന ആൾ ഈ 100 Mbps അല്ലെങ്കിൽ 90 Mbps ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും കൂടെ ചേർത്ത് എത്ര കിട്ടത്തുള്ളൂ, 10 Mbps കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വാളിറ്റി എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതേസമയം സപ്പോസ് നമ്മൾ നമ്മുടെ ബാൻഡ്വിഡ്ത്തിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ആപ്ലിക്കേഷന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിലോ, അതായത് 20 Mbps മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ അതിനുവേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കുക. ഒരു 10 Mbps പാട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കുക. വേറൊരു 50 Mbps ഗെയിം കളിക്കാൻ വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇങ്ങനെ കാര്യം വരുമ്പോൾ അവർക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ആ ബാൻഡ്വിഡ്ത്ത് അവിടെ തന്നെ കാണും.
അപ്പോൾ അവർക്ക് ഒരിക്കലും വേറൊരാളെ എന്ത് ചെയ്യത്തില്ല, ബോധർ ചെയ്യിപ്പിക്കേണ്ട ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം വരില്ല. എല്ലാവർക്കും ഈക്വലായിട്ടുള്ളൊരു ഒരു യൂസേജിനുള്ള എക്സ്പീരിയൻസ് കിട്ടും. ഇത് ഇങ്ങനെ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തും ആവാം. CPU ആവാം, CPU ടൈം ആവാം, ബാൻഡ് വിഡ്ത്ത് ആവാം, ബഫർ ആവാം, എന്തും ആവാം. ഇങ്ങനെ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സിന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളെ നമ്മൾ റിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കി QoS, ക്വാളിറ്റി ഓഫ് സർവീസ്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒരു മെത്തേഡ് ടു ഇംപ്രൂവ് QoS, റിസോഴ്സ് റിസർവേഷൻ. ഇനി നാലാമതിന് വേറൊരു മെത്തേഡ് നമ്മുടെ QoS ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കൺട്രോൾ. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലേക്ക് പുതിയൊരു ഫ്ലോയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫ്ലോയെയും കൂടെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഫ്ലോയെയും കൂടെ നടത്തിക്കൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ആ ഒരു കറസ്പോണ്ടിങ് പ്രോസസ്സറിനോ അല്ലെങ്കിൽ റിസോഴ്സുകൾക്കോ ഉണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അഡ്മിഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ഇത് വിളിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ബസ്, ആ ബസ്സിനകത്ത് ഇപ്പോൾ 50 സീറ്റേ ഉള്ളൂ. ആ 50 സീറ്റിനകത്ത് ആൾ നിന്നിട്ടും വീണ്ടും നമ്മൾ എല്ലാ സ്റ്റോപ്പിലും വണ്ടി നിർത്തി പോവുകയാണെങ്കിൽ തിരക്ക് പിന്നെയും കൂടി എല്ലാവരുടെയും ആ ട്രാവലിംഗ് എക്സ്പീരിയൻസ് റൂയിനാവും. അതേസമയം ഇപ്പം നമ്മൾ 50 പേരെ കൊണ്ടുപോകുന്നുള്ളൂ, 50 പേർക്കുള്ള സീറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള സ്റ്റോപ്പുകളിൽ നമ്മൾ നിർത്തുന്നില്ലെങ്കിൽ ആ ഇരിക്കുന്ന 50 പേരുടെ എക്സ്പീരിയൻസ് എന്താവും, നഷ്ടപ്പെട്ടു പോകത്തില്ല, റൂയിനായി പോകത്തില്ല. അതേ സമയത്തിനാണ് പുതിയ ഫ്ലോകളെ നമ്മുടെ സിസ്റ്റത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. ആ ഫ്ലോയെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ QoS കുറയാൻ ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാവരുടെയും അല്ലെങ്കിൽ QoS നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ടോ, റിലയബിലിറ്റി പോവോ, അല്ലെങ്കിൽ ജിറ്റർ കൂടുവോ, ഡിലേ കൂടുവോ എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അതിനുശേഷം മാത്രം അഡ്മിറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ട് ഫ്ലോകളെ അഡ്മിറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അഡ്മിഷൻ കൺട്രോൾ അവിടെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് QoS ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ QoS ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ടെക്നിക്സ് ആണുള്ളത്: ഷെഡ്യൂളിംഗ്, പോലീസിംഗ്, റിസോഴ്സ് റിസർവേഷൻ, അഡ്മിഷൻ കൺട്രോൾ. അതിൽ ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് ക്യൂകളുണ്ട്: FIFO, പ്രയോറിറ്റി, വെയ്റ്റഡ് ഫെയർ. അതുപോലെ തന്നെ നമ്മുടെ പോലീസിങ്ങിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ലീക്കി ബക്കറ്റ്, ടോക്കൺ ബക്കറ്റ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് QoSന്. അപ്പോൾ ഇത് ഒരുമിച്ച് നിങ്ങൾക്കൊരു essay ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ ടെക്നിക്സ് യൂസ് ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് സർവീസ്. അപ്പോൾ അതിൽ ഷെഡ്യൂളിംഗ്, പോലീസിങ് അഥവാ ട്രാഫിക് ഷേപ്പിംഗ്, പിന്നെ റിസോഴ്സ് റിസർവേഷൻ ആൻഡ് അഡ്മിഷൻ കൺട്രോൾ, ഈ 4 കാര്യങ്ങളും പറയണം. അതിനകത്ത് വരുന്ന Q 3 അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് ഷേപ്പിങ്ങിൻ്റെ ബക്കറ്റ് കൺസെപ്റ്റ് 2, ലീക്കി ബക്കറ്റും ടോക്കൺ ബക്കറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കണം QoSൻ്റെ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ? QoS എന്താണെന്നും QoSനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലായോ? ശരി. അപ്പം ഇന്ന് നമുക്ക് QoSൻ്റെ ഇതൂടെ വെച്ച് നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പം നിർത്താം. അപ്പം നിങ്ങൾക്ക് ഇത്രയും മതി നിലവിൽ. നോക്കട്ടെ, ബാക്കി ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ശരി, താങ്ക് യു.